സുനിൽകുമാർ പൊതുവെ നല്ല ഒരു ഹോൾഡുള്ള ആളാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. ഇവിടെ ഞാനൊരു ബി ജെ പിക്കാരനാണ്. ഒറിജിനലി ഞാൻ ബി ജെ പിക്കാരനാണ്. പക്ഷേ ട്രെൻഡ് കണ്ടിട്ട് എങ്ങനെയാണ് തൃശ്ശൂർക്കാർക്ക് സുനിൽകുമാർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുത്താണ്. സുനിൽകുമാർ തന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഒരു ആവേശമുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് ആവേശം തൃശ്ശൂർ പൂരം. അതേ രീതിയിലാണ് ഞങ്ങൾക്ക് സുനിൽകുമാർ. സുനിലേട്ടൻ ഒരു സംശയം വേണ്ട, 100% ജയിച്ചിരിക്കും. എന്തുകൊണ്ടാ വെച്ചാൽ ആള് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് സഹായങ്ങൾ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരിൽ ഒരാളാണ്. ബാലേന്ദ്രനൊന്നും ജനകീയ സ്വഭാവമില്ല, സാഹിത്യകാരനാവും. പക്ഷേ സുനിൽകുമാർ അങ്ങനെയല്ല, ഒരു രാഷ്ട്രീയമില്ല. ഇനി താങ്കൾ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാവുന്ന വെച്ചാൽ അപ്പം വിളിച്ചു പറയും. ഈ സെക്യൂരിറ്റി വേണ്ട ആൾക്ക്. കാരണം തൃശ്ശൂർ ജനിച്ചു വളർന്ന് തൃശ്ശൂർക്കാരെ ആൾക്കാരറിഞ്ഞ് യൂണിയനിലും എരിച്ചുവെട്ടിൻ്റെ ആൾക്കാരെ എടുത്തും അങ്ങോട്ട് ഓടി ചെന്നിട്ടുള്ള ഒരു അകലമില്ല, ജനങ്ങളായിട്ടുള്ള അകലം സുനിൽകുമാറിനില്ല. ഒരു കൂടെ നടന്ന ഒരു 10,000 ആൾക്കാരല്ലെങ്കിൽ ഒരു പേടി എന്ന് പറയണത് അയാൾക്കില്ല. അയാൾ തൃശ്ശൂർക്കാരൻ, തൃശ്ശൂരിൽ സാധാരണ ആൾക്കാരന്മാര് ജനിച്ചു വളർന്ന ആള് സുനിൽകുമാർ. അയാൾ നല്ല മനുഷ്യനാണ്, നല്ല പ്രവർത്തനമാണ്, തൃശ്ശൂർക്കാരനാണ്, ജനങ്ങളുമായിട്ട് ഒരുപാട് അടുത്തിടപഴകുന്ന ഒരാളാണ്. സുനിൽകുമാറിനെ കുറിച്ച് ഇവിടെയുള്ള ഒരു മണൽത്തരിക്ക് പോലും അറിയാം. പിന്നെ പഴയ സുരേഷ് ഗോപി അല്ല. ആദ്യം സുരേഷ് ഗോപിക്ക് 2 ലക്ഷത്തിൽ ചില നോട്ട് കിട്ടാൻ കാരണം എന്താ? ജനകീയനായിരുന്നു, പക്ക രാഷ്ട്രീയമല്ല. ഇപ്പം തനി ഇവിടെ സുരേന്ദ്രൻ ടൈപ്പായി. പിന്നെ മുരളി 3-ാം സ്ഥാനം പോവാൻ നോക്കിയാൽ മതി. 5 വർഷം മന്ത്രിയായിരുന്ന വ്യക്തിയല്ലേ. അദ്ദേഹത്തെ കുറിച്ച് പൊട്ടഭിപ്രായം ആർക്കൂല, ഒരു രാഷ്ട്രീയ കക്ഷിക്കൂല. അദ്ദേഹത്തിനുള്ള ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാർഷിക മന്ത്രിയായില്ലേ, അപ്പോഴൊക്കെ അദ്ദേഹം എന്തോരം കാര്യങ്ങൾ ഇവിടെ ചെയ്തത്. തൃശ്ശൂർക്കാരുടെ ജനസമ്മതനാണ്. തൃശ്ശൂർക്കാരുടെ ഇടയിൽ ആൾക്ക് പൊതുസമ്മതന. തൃശ്ശൂരുകാർക്ക് സുനിൽകുമാറിനെ നന്നായിട്ട് അറിയാം. സുരേഷ് ഗോപി എന്ന് പറയുന്ന സാധനം നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ നമ്മൾ എതിർക്കുന്ന ആശയപരമായിട്ടാണ്. ഞാൻ മനുഷ്യനാവാന്നല്ല പറഞ്ഞത്, ഞാൻ ബ്രാഹ്മണനാവുക അടുത്ത ജന്മത്തിൽ. അപ്പം നിലവിലുള്ള അച്ഛനെ തള്ളി പറയുകയാണ്. നിലവിലുള്ള അച്ഛൻ അയാളുടെ അച്ഛനല്ല എന്ന് പറയുന്നവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ ചോദിക്കാനുണ്ടാ? ഇവിടെ ബി ജെ പി നിൽക്കുന്നുണ്ട്, കോൺഗ്രസ് നിൽക്കുന്നുണ്ട്, CPI നിൽക്കുന്നുണ്ട്. ഈ 2-3 പേരെയും പ്രവൃത്തി, ജനങ്ങളായിട്ടുള്ള പരിചയം. ഇവിടെ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് സുനിൽകുമാർ ചെയ്തിട്ടുള്ള ഗുണങ്ങൾ, പിന്നെ ഈ പൂരം പാറമേഘമായാലും തിരുവമ്പാടിയായാലും അതിൻ്റെ ഒപ്പം എന്നും ഉണ്ടാവും. അങ്ങനെ നിരന്തരം ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. അല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചേനെ. പിന്നെ പഴയ സുരേഷ് ഗോപി അല്ല. ആദ്യം സുരേഷ് ഗോപിക്ക് 2 ലക്ഷത്തിൽ ചില നോട്ട് കിട്ടാൻ കാരണം എന്താ? ജനകീയനായിരുന്നു, പക്ക രാഷ്ട്രീയമല്ല. ഇപ്പം തനി ഇവിടെ സുരേന്ദ്രൻ ടൈപ്പായി. അതാണ് അപകടം ഉണ്ടായി. അല്ലെങ്കിൽ വോട്ട് കിട്ടിയെന്നെ പാവത്തിന്. പിന്നെ മുരളി 3-ാം സ്ഥാനം പോവാൻ നോക്കിയാൽ മതി. അതാണ് എൻ്റെ അഭിപ്രായം ഉണ്ടായി. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല. സത്യം യഥാർത്ഥം ഉണ്ടായ സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്ന സാധനം ഇനി വരുമ്പോൾ കാണുക. സുനിൽകുമാർ ജയിക്കും, വമ്പിച്ച് ഭൂരിപക്ഷം ജയിക്കും. എന്താ കാരണം എന്നറിയാം? ഈ തൃശ്ശൂർ 26,000 വോട്ടിന് തേറാമൻ രാമകൃഷ്ണൻ ജനിച്ച സ്ഥലമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ജയിക്കാറില്ല, അപൂർവമാണ് മണ്ഡലത്തിൽ. ഈ സുനിൽകുമാറോട് ആദ്യം പോയി നിൽക്കുമ്പോൾ 26,000 ഭൂരിപക്ഷം കഴിഞ്ഞ് 6,000 വോട്ടിനെ ജയിക്കുന്നു. ഒന്ന് ആലോചിച്ച് വ്യക്തിപ്രഭാവം തൃശ്ശൂർ ടൗണിൽ. അങ്ങനെയാണ് ഇത് തൃശ്ശൂർ മണ്ഡലമായി. ഈ ബാലേന്ദ്രൻ ജയിച്ചു എങ്ങനെയാണ്? നിസ്സാര വോട്ടിന് പാൽപ്പിച്ചു. ഈ സുനിൽകുമാർ ഒപ്പം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോൾ കൂടെ സുനിൽകുമാറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. ബാലേന്ദ്രനൊന്നും ജനകീയ സ്വഭാവമില്ല, സാഹിത്യകാരനാവും. പക്ഷേ സുനിൽകുമാർ അങ്ങനെയല്ല, ഒരു രാഷ്ട്രീയമില്ല. ഇനി താങ്കൾ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റാവുന്ന വെച്ചാൽ അപ്പം വിളിച്ചു പറയും. അതാണ് അദ്ദേഹം. നിങ്ങളെ ഇവിടെ വന്ന് പരിചയമുള്ള ആൾക്കാർ, വഴിപോക്കന്മാർ 100 നാട്ടുകാരുണ്ടാവും. അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയും. പക്ഷെ ഇവിടെ പറയുന്ന ആൾക്കാരോട് പലരോടും സംസാരിച്ചാൽ അവരും നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണെന്നറിയാം. സുനിൽകുമാർ ജയിക്കാനേ സാധ്യത എന്ന് പറയുള്ളൂ. സുനിൽകുമാർ പൊതുവെ നല്ല ഒരു ഹോൾഡുള്ള ആളാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. ഇവിടെ ഞാനൊരു ബി ജെ പിക്കാരനാണ്. ഒറിജിനലി ഞാൻ ബി ജെ പിക്കാരനാണ്. പക്ഷേ ട്രെൻഡ് കണ്ടിട്ട് എങ്ങനെയാണ് ആൾ നല്ല ആളായതുകൊണ്ട്. ഗോപി നല്ല ആളാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ചാവക്കാട് ആ ഏരിയയിലൊക്കെ ഹോൾഡുള്ള ആളാണ്. ബി ജെ പി അവിടെയൊന്നും വളർന്നിട്ടില്ല.
സുനിൽകുമാറാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഒരു ആവേശമുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് ആവേശം തൃശ്ശൂർ പൂരം. അതേ രീതിയിലാണ് ഞങ്ങൾക്ക് സുനിൽകുമാർ. പണ്ട് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തും ഇനി നല്ല കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർക്കാർക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങളും നല്ല രീതിയിലും. അതേപോലെ തന്നെ ഈ പ്രാവശ്യം സുനിൽകുമാർ ഇവിടെ ജയിക്കും. ഞങ്ങൾ എല്ലാവരും തൃശ്ശൂർക്കാരെല്ലാവരും കൂടിയിട്ട് സുനിൽകുമാറിനെ ജയിപ്പിച്ച് വിടും. അത് ഞങ്ങളുടെ ഒരു വാശിയാണ് തൃശ്ശൂർക്കാരുടെ. തൃശ്ശൂർക്കാർക്ക് സുനിൽകുമാർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുത്താണ്. എന്തുകൊണ്ടും ഞങ്ങൾ തൃശ്ശൂരിനെ തൃശ്ശൂരാക്കാൻ കഴിയുന്ന ഒരാൾ സുനിൽകുമാർ തന്നെയാണ്. ഞങ്ങൾ ഈ തൃശ്ശൂർ പൂരം അതേമാതിരി തൃശ്ശൂർ ഇവിടെ നടക്കണ ഇവിടെ രാഷ്ട്രീയ മതങ്ങളോ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാ മതക്കാരും ഞങ്ങൾ ഒന്നിച്ച് സൗഹൃദത്തോടെ നടക്കണതാണ്. അതാണ് തൃശ്ശൂർ. അല്ല ഈ സെക്യൂരിറ്റി വേണ്ട ആൾക്ക്. കാരണം തൃശ്ശൂർ ജനിച്ചു വളർന്ന് തൃശ്ശൂർക്കാരെ ആൾക്കാരറിഞ്ഞ് യൂണിയനിലും എരിച്ചുവെട്ടിൻ്റെ ആൾക്കാരെ എടുത്തും അങ്ങോട്ട് ഓടി ചെന്നിട്ടുള്ള ഒരു അകലമില്ല. ജനങ്ങളായിട്ടുള്ള അകലം സുനിൽകുമാറിനില്ല. പക്ഷേ ഇയാൾ ഇവിടെ പള്ളിയിൽ വന്നു, 2 പ്രാവശ്യം വന്നു, കണ്ടമാന ആൾക്കാർക്ക് അയാൾ സഹായം ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല മനുഷ്യൻ അയാൾ. പിന്നെ തൃശ്ശൂർ ഈ കെ മുരളീധരൻ ജയിക്കില്ല. എന്താ കാരണം എന്നറിയോ? ഈ ഗുരുവായൂരപ്പൻ്റെ അവിടെ 1-ാം തീയതി ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയിട്ട് തൊഴണം. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കരുണാകരനും ജനങ്ങളും വല്ല മാറ്റണ്ട. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കരുണാകരൻ എന്തായാലും നോക്കി സീറ്റ് കിട്ടോ? ഇല്ല. അപ്പോൾ ഗുരുവായൂരപ്പന് അങ്ങോട്ട് പ്രയാസപ്പെടുത്തി കരുണാകരനെ തോൽപ്പിച്ചു തൃശ്ശൂർ, മുരളീനെ തോൽപ്പിച്ചു, അവൻ്റെ പെങ്ങളെ എല്ലാവരും. അപ്പോൾ ആ വർഗം നിന്നാൽ ഗുരുവായൂരപ്പൻ്റെ ശക്തിയാൽ ജയിക്കില്ല. കാരണം ഈ കരുണാകരൻ ഒപ്പിച്ച ഒരു 50,000 കിലോമീറ്റർ സ്പീഡിലാണ് പോയി തൊഴാൻ വരുമ്പോൾ ബാക്കിയുള്ളവരങ്ങോട്ട് ഇന്ന് ഇയാളുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കരുണാകരനെല്ലാം മാറ്റണ്ട. സുനിൽകുമാർ, സുരേഷ് ഗോപിയും നല്ല മനുഷ്യൻ. പക്ഷേ സുരേഷ് ഗോപിക്ക് പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേബിള് BJP എന്ന് പറഞ്ഞ ലേബിള് തൃശ്ശൂരിൽ നടക്കില്ല. തൃശ്ശൂർ BJPക്ക് ഉള്ള കാരണം വിദ്യാഭ്യാസം ഉണ്ട്. കുറച്ച് വിദ്യാഭ്യാസത്തിലും ആശുപത്രിയിലും സ്കൂളുകളിലും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് തൃശ്ശൂരാണ്. അല്ലാണ്ട് നമ്മുടെ ഇതിലോ UP-യിലും നല്ല വിദ്യാഭ്യാസം ഞാൻ കണ്ട്. തൃശ്ശൂർ അവിടെ കിഴക്കേ കോട്ടയുടെ നിൽക്കുന്ന സമയത്ത് ഇയാൾ സാധാരണ വണ്ടിയിലാണ് വന്നിറങ്ങി ഒറ്റ ഓട്ടം മരിച്ച ഇടയ്ക്ക് ഒറ്റ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട്. കാരണം ഒരു കൂടെ നടന്ന ഒരു 10,000 ആൾക്കാരല്ലെങ്കിൽ ഒരു പേടി എന്ന് പറയണത് അയാൾക്കില്ല. അയാൾ തൃശ്ശൂർക്കാരൻ. തൃശ്ശൂരിൽ സാധാരണ ആൾക്കാരന്മാർ ജനിച്ചു വളർന്ന ആൾ സുനിൽകുമാർ. 99% സുനിൽകുമാർ ജയിക്കാനാണ് സാധ്യത. മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേര് നിന്ന് തോറ്റാണ്. അച്ഛൻ വരെ നിന്ന് തോറ്റ. മുരളീധരൻ മോശം കേട്ടോ, കോൺഗ്രസ്സിൽ നല്ല ആളാണ്. പക്ഷെ ആൾ ജയിക്കില്ല. ഇവിടെ സുനിൽകുമാർ ജയിക്കുള്ളൂ. പിന്നെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. സുനിൽകുമാറിനെ കുറിച്ച് ഇവിടെയുള്ള ഒരു മണൽത്തരിക്ക് പോലും അറിയാം. അദ്ദേഹം സുപരിചിതനാണ്, സർവോപരി ജനസമ്മതനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സുനിശ്ചിതമായും സുനിൽകുമാർ വിജയിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം കഴിഞ്ഞ 2016 ഇവിടെ നിയമസഭാംഗമായി, മന്ത്രിയായി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂരിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. കൃഷിമന്ത്രി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വികസന പദ്ധതികൾ, നേരത്തെ ഏക്കർ കണക്കിന് ഭൂമി തരിച്ചു കിടന്നിരുന്ന നാടാണ് നമ്മുടെ. അവിടെയെല്ലാം പൊന്നു വിളയിക്കുന്ന രീതിയിൽ കൃഷി തുടങ്ങുകയും ആ തരിച്ചു കിടന്ന ഭൂമിയെല്ലാം കൃഷിയോഗ്യമാക്കി മാറ്റിയ ഒരു മികച്ച കർഷകൻ കൂടിയായിട്ടുള്ള കൃഷിമന്ത്രി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. തൃശ്ശൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിൽ കാണുന്ന ഇപ്പോൾ ഈ ചുമന്ന പൈപ്പ് ലൈൻ അത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. തൃശ്ശൂരിൽ ഒരു അപകടമുണ്ടായി കഴിഞ്ഞാൽ ഏത് നിമിഷവും വെള്ളം എത്തിക്കാൻ കഴിയാവുന്ന ഏറ്റവും ബൃഹത്തായ പദ്ധതി അത് ഒറ്റ ദിവസം കൊണ്ട് പ്രാവർത്തികമാക്കി. ഇങ്ങനെ ഞൊടിയിടയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം ഏറെ സ്വീകാര്യനാണ്. ഇവിടെ ജയിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. അയാൾ നല്ല മനുഷ്യനാണ്, നല്ല പ്രവർത്തനമാണ്, തൃശ്ശൂർക്കാരനാണ്, ജനങ്ങളുമായിട്ട് ഒരുപാട് അടുത്തിടപഴകുന്ന ഒരാളാണ്. നല്ല വ്യക്തിത്വം, നല്ല പ്രവർത്തനക്ഷമത, അതൊക്കെ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുന്ന തൃശ്ശൂർക്കാരനാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു തൊഴിലാളിയാണ്. തൊഴിൽപരമായുള്ള കാര്യങ്ങൾക്ക് ഞാൻ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആളെ എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ തന്നിട്ടുണ്ട്. ആൾ ജയിക്കും, ഉറപ്പാണ്. വിദ്യാസമ്പന്നൻ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളായിരിക്കുമല്ലോ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇതൊരു
അവസാന തെരഞ്ഞെടുപ്പ് ആവാതിരിക്കാൻ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ജനങ്ങൾക്ക് സ്വകാര്യമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആവാം എന്ന് നമുക്ക് ഈ ഇവിടുത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ ഇന്ന് BJP കിട്ടിയിട്ടുള്ള MP-മാരിൽ 150ഓളം പഴയ കോൺഗ്രസ്സുകാരാണ്. സുനിൽകുമാറിന് വ്യക്തമായൊരു രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ. ഇടതുപക്ഷ മതേതര ജനാധിപത്യ മുന്നണി ആണ് കൂടുതൽ സ്വകാര്യമായിട്ടുള്ളതാണ് ഇന്ത്യ മഹാരാജ്യത്ത്. പ്രഭാത് പട്നായിക് ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടോ? ഇടതുപക്ഷമില്ലാത്ത ഒരു ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്തവരാണെന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വ്യക്താക്കളായി മാറിക്കുന്നത്. പ്രതിയാത്മകമായിട്ട് മഹാത്മാഗാന്ധി വെടിവെക്കുന്ന പാറ്റ്ന സിംഗിനെ പോലുള്ള ആളുകളാണ്. മഹാത്മാഗാന്ധിയുടെ പകരം രാഷ്ട്രപിതാവിന് പകരം ഇവിടെ ഗോൾവാക്കറിനെയും സവാക്കറേയും രാഷ്ട്രപിതാക്കളായി പ്രവർത്തിക്കുന്ന ഈ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ നാം പാർലമെൻറ്റിൽ നോക്കുകുത്തിയായിട്ട് ശബ്ദ വോട്ടോട് കൂടിയിട്ട് പ്രതിപക്ഷ മുക്ത ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കാത്ത മനുവാദികൾ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷ മുക്ത ഇന്ത്യനാണ് അവർ ആഗ്രഹിക്കുന്നത്. ജനാധിപത്യത്തിന് ഏറ്റവും വിരുദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്താണ് പറഞ്ഞത്, സുരേഷ് ഗോപിയെ എന്ന് പറയുന്ന സ്ഥാനം, നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ നമ്മൾ എതിർക്കുന്ന ആശയപരമായിട്ടാണ്. ഞാൻ മനുഷ്യനാവാന്നല്ല പറഞ്ഞത്, ഞാൻ ബ്രാഹ്മണനാവുക അടുത്ത ജന്മത്തിൽ. അപ്പം നിലവിലുള്ള അച്ഛനെ തള്ളി പറയുകയാണ്. നിലവിലുള്ള അച്ഛൻ അയാളുടെ അച്ഛനല്ല എന്ന് പറയുന്നവർത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബ്രാഹ്മണൻ അച്ഛനെ വേണം എന്ന് പറയുന്ന ഈ മനുവാദികൾക്കെതിരായിട്ടായിരിക്കും നമ്മുടെ ഈ അടുത്ത വരുന്ന ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ വിശ്വാസികൾ ആള് ജയിക്കാൻ ചാൻസ് ഉണ്ട്. ആള് എന്തുകൊണ്ടാ വെച്ചാൽ ആള് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് സഹായങ്ങൾ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരിൽ ഒരാളാണ് ആള്. അങ്ങനെ ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും സുരേഷ് ഗോപി മുരളിയേക്കാളും ബെറ്റർ ആള് പോരെ. അവർ രണ്ടേക്കാളും ബെറ്റർ ആള്. സുനിൽകുമാർ നല്ല കാൻഡിഡേറ്റാണ്. എല്ലാം കൊണ്ടും 5 വർഷം മന്ത്രിയായിരുന്ന വ്യക്തിയല്ലേ. അദ്ദേഹത്തെ കുറിച്ച് പൊട്ടഭിപ്രായം ആർക്കൂല, ഒരു രാഷ്ട്രീയ കക്ഷിക്കൂല. നല്ല അഭിപ്രായമാണ് അയാളെ കുറിച്ചുള്ളത്. അതുകൊണ്ട് അയാൾ ജയിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 5 കൊല്ലം കൃഷിമന്ത്രിയായിട്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സുനിൽകുമാർ. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ ഈ പ്രളയത്തിൻ്റെ കാലത്തായാലും എന്ത് കാലത്തായാലും സുനിൽകുമാർ ജനങ്ങളൊപ്പം ഉണ്ട്. അപ്പോൾ അത് പൂരം നടത്തിപ്പിൻ്റെ കാര്യങ്ങൾക്കായാലും പള്ളികളുടെ ഇടപാട് കാര്യങ്ങൾക്ക് എല്ലാത്തിനും സുനിൽകുമാർ നല്ല രീതിയിൽ ഇടപെടുന്നൊരു വ്യക്തിയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തിപരമായിട്ടും അല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന വ്യക്തിയാണ് സുനിൽകുമാർ. അതിൻ്റെ ആവശ്യമില്ല. ആൾ ജനകീയനാണ്, ജനങ്ങളുടെ ഇടയിൽ ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാൾ ജയിക്കുന്നത്. ആൾ ഉഷാറാണ് സുനിൽകുമാർ. അതിഗംഭീരം, ഉഷാറല്ല. തൃശ്ശൂർക്കാരുടെ ഇടയിൽ ഗംഭീര. അദ്ദേഹത്തിനുള്ള ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാർഷിക മന്ത്രി ആയില്ലേ, അപ്പോഴൊക്കെ അദ്ദേഹം എന്തോരം കാര്യങ്ങൾ ഇവിടെ ചെയ്തത് ഉണ്ട് നമുക്ക് പറയാനൊക്കെ ഉള്ളത്. എത്രയോ കർഷകർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനല്ലേ. പിന്നെ ആ വലിയൊരു ഇതൊന്നുമില്ല, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളൊരു ഇതൊന്നും കാണിക്കണില്ല. ഒരു ജാടയൊന്നും ഇല്ലാത്ത നല്ല ഒരു ഉഷാറായ മനുഷ്യനാണ്. ഇപ്പം എൻ്റെ ഒരു അറിവിൽ അദ്ദേഹത്തിനാവണം. വ്യക്തിപരമായിട്ടുള്ളത് കൊണ്ട് ഈ തൃശ്ശൂർക്കാരനല്ലല്ലോ, തൃശ്ശൂർക്കാരെ പൾസ് അറിയുന്ന ഒരാൾ അദ്ദേഹമാണല്ലോ. അദ്ദേഹം കൊണ്ട് ആയിരിക്കും സുനിൽകുമാറായിരിക്കും. സുനിൽകുമാർ ഈ തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂരുകാർക്ക് സുനിൽകുമാറിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കാരണം സുനിൽകുമാറായിരിക്കും ചാൻസ് 100%. സുനിലേട്ടൻ ഒരു സംശയം വേണ്ട, 100% ജയിച്ചിരിക്കും. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഐക്യം അതാണ്. ജയിക്കും എന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണ്. ആള് ഒരു നാടൻ തൃശ്ശൂർക്കാരനല്ലേ, നാടനായിട്ട് ഏത് ജനങ്ങളായിട്ട് ഇടപഴകി പോണ ഒരു വ്യക്തിയാണ് സുനിൽകുമാർ. അത് ശക്തനായ ഒരു നേതാവാണ്, ഇവിടെ ജനകീയനാണ് ആളദ്ദേഹം. അതുകൊണ്ട് അയാൾ ജയിക്കുന്നു ഉറപ്പാണ്. ആൾ കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനാണ്, ജനകീയനാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വ്യക്തിയാണെന്നുള്ളത് ഇതിൻ്റെ പേരിൽ ആൾ ജയിക്കും. ആൾ മന്ത്രിയില്ലായിരുന്നു, പിന്നെ ആള് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ ഭരിച്ചായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ
ഇവിടെ കൃഷി വകുപ്പിൻ്റെ ആള് നല്ല ആളാണ്. ആളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പല വീട് കണ്ടില്ലേ, പഴയ വീട്, അച്ഛനും അമ്മയും എല്ലാവരും അനിയന്മാരും. അതൊരു ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. അങ്ങനത്തെ വ്യക്തിയല്ലേ. ഞാൻ അടുത്ത് പെരുമാറിയിട്ടില്ല, പറഞ്ഞു കേൾക്കാണ്ട്. ഞാൻ ആളായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ആളെ ജയിക്കുകയാണ് കൂടുതൽ സാധ്യത. നല്ല മനുഷ്യനാണ് ആൾ, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. ആളെന്തായാലും ജയിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, ആള് നല്ല കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആളിവിടെ കണ്ട് പരിചയമുള്ള ആളാണ്. ആള് എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാവും. അതിപ്പോൾ VS സുനിൽകുമാറിനെ അല്ലാണ്ട് വേറെ ആരുമില്ല. അതെങ്ങനെയാണ് ആളുടെ പെരുമാറ്റം ഇതൊക്കെ അങ്ങനെയാണ്. കൂടുതൽ അഭിപ്രായം ആൾക്ക് അതുകൊണ്ടാണ്. അത് ഓരോരുത്തർ വിശ്വാസമല്ലേ. സുനിൽകുമാർ നല്ല മിഷനല്ലേ, നല്ല ആളാണല്ലോ, കുഴപ്പമില്ല. അതുകൊണ്ട് ആള് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറയണത്. അത് വലിയ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നില്ല, നല്ലൊരു മനുഷ്യനാണ് സുനിൽകുമാർ. നല്ല മനുഷ്യൻ. അയാൾ മുൻപത്തെ വളരെ അടുത്ത ആളാണ്. ഞാനായിട്ട് മുന്നേ പരിചയമുള്ള ആളാണ്, നേരിട്ട് പരിചയമുണ്ട്. ആൾ ഞങ്ങൾക്ക് നല്ല ആളാണ്. അല്ല, പല പ്രവർത്തനം നല്ല നിലയ്ക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ലതാണെന്ന് പറയുന്നു. തൃശ്ശൂർക്കാരുടെ ജനസമ്മതനാണ്. തൃശ്ശൂർക്കാരുടെ ഇടയിൽ ആൾക്ക് പൊതുസമ്മതനാണ്. സുനിൽകുമാർ കുഴപ്പമില്ല. ആള് പെരുമാറ്റത്തിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ്. അങ്ങനത്തെ കാര്യം മാത്രമേ അറിയുള്ളൂ. ആൾ ഒരു അഡ്വക്കേറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ പഠിക്കും. അഡ്വക്കേറ്റ് നല്ല മനുഷ്യനാണ്. പൊതുപരിപാടികൾക്ക് ആളെല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. സുകുമാരൻ ആൾ നല്ലൊരു വ്യക്തിയാണ്. നാടിന് ആവശ്യപ്പെട്ട ആൾക്കാരാണ്. ആൾ ജയിക്കണം.